കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോയതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നൊരു വീഡിയോയിൽ ഇന്ന് അതുപോലെ അതിലും ദുഃഖകരമായ മറ്റൊരു വാർത്തയാണ് പറയാനുള്ളത്. ഒരാഴ്ച ഒരു ഫാമിലിയുടെ ഡ്രൈവറായിട്ട് സഞ്ചരിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും അവർ വാങ്ങിച്ച് കൊടുക്കാതെ വരികയും എന്നാൽ വീണ്ടും 2 ദിവസം ഈ യാത്രക്കാരുടെ ഡെഡ് ബോഡിക്ക് കാവലിരിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥ വന്ന ഒരു ഡ്രൈവറുടെ ചരിത്രമാണ് എനിക്ക് പറയാനുള്ളത്. എറണാകുളം കേന്ദ്രമാക്കി നടത്തിയിരുന്ന ഒരു ട്രാവൽസിലെ ഡ്രൈവറായിരുന്നു ഇദ്ദേഹം. എനിക്ക് പരിചയമുള്ള ഒരാളാണ്. സാധാരണ ഇപ്പോഴത്തെ പോലെയല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ട്രാവൽസ് മുഖേന ബുക്ക് ചെയ്താണ് പാക്കേജ് ടൂർ എന്ന് പറയും വരുന്നത്. ട്രാവൽസ് വരും, വണ്ടി ബുക്ക് ചെയ്യും, ഒരാഴ്ചയോ 5 ദിവസമോ അവർ പല സ്ഥലങ്ങൾ സന്ദർശിക്കും. ഈ ഡ്രൈവർ ഇവരെ കൊണ്ടുപോയി അവർ അവസാനം പറയുന്ന ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വിടും. കോവളം, കന്യാകുമാരി, ആലപ്പുഴ, മൂന്നാർ, തേക്കടി, കണ്ണൂർ, പാലക്കാട്, ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ യാത്രക്കാർ ഈ ഡ്രൈവർക്ക് അവർ ഭക്ഷണം കഴിക്കുന്ന കൂടെ തന്നെ മിക്ക ആളുകളും ഭക്ഷണം മേടിച്ചു കൊടുക്കും. പലപ്പോഴും ഈ യാത്രക്കാരൊക്കെ നല്ല വില കൂടിയ ഹോട്ടലുകളിൽ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. പലപ്പോഴും ഡ്രൈവർമാർക്ക് അവരോടൊപ്പം കയറിയിരുന്ന് കഴിക്കാൻ ഒരു മടി തോന്നും. കാരണം അവർ വില കൂടിയ ഭക്ഷണമാണ്, ഡ്രൈവർ സാധാരണ ഇതിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എന്തു ചെയ്യും, അവർ പറയും, സാറേ ഞങ്ങൾ പുറത്തുനിന്ന് വേറെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ ഈ യാത്രക്കാർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ നല്ല വില കൂടിയ ഭക്ഷണമൊക്കെ കഴിക്കും. ഡ്രൈവർ സ്വാഭാവികമായിട്ട് സാധാരണ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ വൈകിട്ടത്തെ ഇടയ്ക്കത്തെ ചായ കൂടിയൊക്കെ അങ്ങനെയായിരിക്കും. അതിനുള്ള പൈസ സ്വാഭാവികമായിട്ട് സാധാരണ ഈ യാത്രക്കാർ തന്നെ കൊടുക്കുകയാണ്. അപ്പം ഒരാഴ്ചയൊക്കെ കൊണ്ട് ഈ യാത്രക്കാരും ഈ ഡ്രൈവറും തമ്മിൽ നല്ലൊരു മാനസിക ബന്ധത്തിലേക്ക് വരും. ഈ ഹോട്ടലുകളിൽ ചെല്ലുമ്പം മിക്ക സ്ഥലത്തും ഡ്രൈവർമാർക്ക് ചിലപ്പോൾ കിടക്കാൻ മുറി കിട്ടും, കിടക്കാനുള്ളൊരു സൗകര്യം കൊടുക്കും, ഒരു ഡോർമെറ്ററി വഴി. ഇല്ലെങ്കിൽ അവർ ആ കാറിൽ തന്നെ ആയിരിക്കും കിടന്നുറങ്ങുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ വ്യക്തി ഒരു എറണാകുളത്തു നിന്ന് ഒരു ട്രാവൽസിൽ നിന്ന് ഒരു ഫാമിലിയെ കൊണ്ടുപോവാണ്. ആന്ധ്രാപ്രദേശുകാരായിരുന്നു ഫാമിലി. ഭാര്യയും 2 മക്കളും ആണെന്നാണ് എൻ്റെ ഓർമ്മ. ചെറുപ്പക്കാരാണ്, 2 ചെറിയ കുട്ടികളാണെന്നാണ് എൻ്റെ ഓർമ്മ. ചെറിയ വ്യത്യാസമുണ്ട്. ഇവർ ഒരാഴ്ചത്തെ ടൂറായിരുന്നു. പല സ്ഥലങ്ങൾ, കന്യാകുമാരി, അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ പോയി. പക്ഷേ ഈ പോയ വഴിക്കൊന്നും ഇവർ ഈ ഡ്രൈവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുകയോ ഭക്ഷണത്തിന് കാശ് കൊടുക്കുകയോ ചെയ്തില്ല. അത് നിയമമൊന്നുമില്ല, കൊടുത്തേ പറ്റുള്ളൂ നിയമമൊന്നുമില്ല. ഡ്രൈവർമാർക്ക് അവർ വണ്ടി ബുക്ക് ചെയ്യിക്കുന്ന വണ്ടിയുടെ വാടക കൊടുത്താൽ മതി. പക്ഷേ സാധാരണ രീതിയിൽ എല്ലാ യാത്രക്കാരും, ഇപ്പം നമ്മളാണെങ്കിലും ഒരാളെ ഒരു വണ്ടി വിളിച്ചുകൊണ്ട് പോയി അവരോടൊപ്പം നമ്മോടൊപ്പം അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കും. ഇതുപോലെ തന്നെയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പോലെ ഗൂഗിൾ പേ ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് ഈ ട്രാവൽ ഏജൻസി പോയി തിരിച്ചു വരാനുള്ള ഡീസലിനുള്ള പൈസയാണ് ഈ ഡ്രൈവറെ ഏൽപ്പിക്കുന്നത്. ഈ യാത്രക്കാരുമായിട്ട് പൈസയുടെ ഇടപാടൊന്നുമില്ല, അത് ട്രാവൽ ഏജൻസിയാണ്. പോയി തിരിച്ചു വരാനുള്ള പൈസ ഈ ഡ്രൈവറെ ഏൽപ്പിക്കും. പിന്നെ ഡ്രൈവറുടെ ഒരു അല്പ പൈസയൊക്കെ കാണും, സ്വാഭാവികമാണ്. പക്ഷേ കൂടുതലൊന്നും അവർ കരുതാറില്ല. കരുതാറില്ല. നമുക്കറിയാം, ഒരു ടാക്സി ഓടിക്കുന്ന ഡ്രൈവർ കൈ വലിയ കാര്യമായിട്ട് പൈസ ഒന്നുമില്ല. ഓരോ ട്രിപ്പ് പോയി ചുമന്നുള്ള പൈസ വീട്ടിൽ കൊടുത്തിട്ട് ആണ് പോകുന്നത്. കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ ചെറിയൊരു പൈസ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ആന്ധ്രാപ്രദേശുകാർ അവരെല്ലായിടത്തും കയറി ഭക്ഷണമൊക്കെ കഴിക്കും.
പക്ഷേ പുള്ളിക്ക് ഇത് കഴിക്കണമെന്നോ ഒന്നും ചോദിക്കാറില്ല. പുള്ളി കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്ത് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരാഴ്ച സഞ്ചരിച്ചു. അവസാനത്തെ പോയിൻ്റെന്ന് പറയുന്നത് തേക്കടിയാണ്. തേക്കടിയിൽ നിന്ന് ഇവരെ തിരിച്ച് കൊച്ചിയിൽ കൊണ്ട് വിടണം. ഇതോടെ ആ ട്രിപ്പ്, ഈ പാക്കേജ് ട്രിപ്പ് തീരുക. തേക്കടിയിൽ ഇവർ ബോട്ടിങ്ങിന് പോയി. അപ്പോൾ ഡ്രൈവർ കാറും കൊണ്ട് അവിടെ നിൽക്കുകയാണ്. നമുക്കറിയാം, ഒരാഴ്ചത്തെ യാത്രയായി, പുള്ളിയുടെ കയ്യിൽ കാശൊന്നുമില്ല. കഷ്ടിച്ച് ഈ ഡീസൽ അടിക്കാൻ കൊടുക്കുന്ന കാശിൽ നിന്നാണ് സ്വാഭാവികമായിട്ട് പുള്ളി അറ്റപ്പറ്റ ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുന്നത്. തേക്കടിയിൽ ഒരു ബോട്ടിന് പോയി, ബോട്ട് സവാരിക്ക് പോയി. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും തേക്കടിയിലെ ബോട്ട് ദുരന്തം. ആ ബോട്ട് ദുരന്തത്തിൽ ഈ പറഞ്ഞ ഈ യാത്രക്കാരും ഉണ്ടായിരുന്നു, ഈ ആന്ധ്രാപ്രദേശുകാർ. ബോട്ട് അവിടെ ഡാമിൽ മുങ്ങിയ വിവരം കരയിലിറങ്ങി. ആളുകൾ, ഫയർഫോഴ്സ്, മറ്റേ ഫോറസ്റ്റുകാരും പോലീസും എല്ലാം പോയി കുറേ പേരെ രക്ഷപ്പെടുത്തി. ബാക്കി കുറേ ഡെഡ് ബോഡി ഒക്കെ എടുത്തു. എല്ലാം വന്നു. ആരാ എന്നൊന്നും തിരിച്ചറിയത്തില്ല. പിന്നെ നമ്മുടെ ഈ ഡ്രൈവർ പറഞ്ഞു, പോലീസുകാരൻ, സാറേ എൻ്റെ കൂടെ വന്നൊരു ഫാമിലിയുണ്ട്, അവർ ആന്ധ്രാപ്രദേശുകാരാണ്, അവർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പേരും കാണാനുണ്ടെന്നൊന്നും അറിയില്ല കൃത്യമായി. എത്ര പേര് രക്ഷപ്പെട്ടു, ഇതൊന്നും ആ സമയത്ത് സന്ധ്യയായി ഒന്നും അറിയില്ല. പോലീസുകാർ പറഞ്ഞു, താൻ പോകല്ലേ, താൻ അവിടെ നിന്നില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇവിടെ ട്രാവൽസിൽ വിളിച്ച് പറഞ്ഞു, ഈ വന്ന യാത്രക്കാരിനെ പോലെ ബോട്ടാസ് അപകടത്തിൽ പെട്ടെന്ന് അതൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ട്രാവൽസുകാരും പറഞ്ഞു, താനവിടെ നിന്നില്ലേ. പിറ്റേ ദിവസം ആണ് ഈ ആളുകളുടെ ഡെഡ് ബോഡി പോലീസുകാർ, ഫയർഫോഴ്സുകാരും എല്ലാം മുങ്ങിയെടുത്തുകൊണ്ട് വന്നു. കാരണം ഈ ആളുകളെ തിരിച്ചറിയുന്ന ഒറ്റ വ്യക്തി ഈ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡ്രൈവർക്ക് ഈ ആളെ തിരിച്ചറിഞ്ഞാതെ പോകാൻ പറ്റാതെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവിന് പൈസയില്ല. കഷ്ടിച്ച് പെട്രോൾ, ഡീസൽ അടിക്കാനുള്ള കാശ് മാത്രമേ കയ്യിൽ, അതിൽ നിന്നാണ് ഇത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. എടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആളെ തിരിച്ചറിഞ്ഞു. പക്ഷേ പുള്ളിക്ക് പോകാൻ പറ്റില്ല. ട്രാവൽ കൊച്ചിയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇവരുടെ അഡ്രസ്സ് വെച്ച് ഹൈദരാബാദിൽ വിളിച്ചു പറഞ്ഞു. ഹൈദരാബാദ് ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് അവരുടെ ബന്ധുക്കൾ വരുന്നവരെ ഈ ഡ്രൈവർക്ക് അവിടെ നിൽക്കേണ്ടി വന്നു, ഈ ഡെഡ് ബോഡിക്ക് കാവലായിട്ട്. അവരുടെ ബന്ധുക്കളൊക്കെ വന്നു കഴിഞ്ഞാണ് ഉണ്ടായിരുന്ന പൈസയ്ക്ക് ഡീസലുമൊക്കെ അടിച്ച് ഇദ്ദേഹം തിരിച്ച് കൊച്ചിയിലേക്ക് വന്നത്. എനിക്ക് പറയാനുള്ള സംഗതി ഇതാണ്. നമ്മളൊരു വണ്ടിയിൽ കയറുമ്പോൾ, ഓട്ടോറിക്ഷ ആയാലും ടാക്സി ആയാലും ടൂറിസ്റ്റ് ബസ്സാണ്, ലൈൻ ബസ്സായാലും അത് പ്രായോഗികമല്ല, ടൂറിസ്റ്റ് ബസ്സായാലും ടെമ്പോ ട്രാവലറായാലും നമ്മളതിൽ കയറുമ്പോൾ അതിലെ ഡ്രൈവറുമായിട്ട് ഒന്ന് പുഞ്ചിരിക്കണം. ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ പോലും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ച് ഒരു സൗഹൃദം പുതുക്കണം. ആ പുതുക്കി കഴിയുമ്പോൾ രണ്ടുപേർക്കും മനസ്സിനൊരു അയവ് വരും. ഒരാഴ്ച ഈ ആളുടെ കാറിൽ സഞ്ചരിച്ച ഈ ആന്ധ്രാപ്രദേശുകാർ മാനസികമായിട്ട് ഈ ഡ്രൈവറുമായിട്ട് ഒട്ടും യോജിച്ചില്ല. ഒരു നേരത്തെ ഭക്ഷണം പോലും മേടിച്ചു കൊടുക്കണം എന്ന് ഒരുപക്ഷെ അവരുടെ നാട്ടിലെ ശീലം അതായിരിക്കും, അല്ലെങ്കിൽ അവർ ചെറുപ്പം ഒരു പഠിച്ചത് അങ്ങനെയായിരിക്കും. എന്തായാലും അവർക്ക് തോന്നിയില്ല. പക്ഷേ ഇവരുടെ ഡെഡ് ബോഡിക്ക് വേണ്ടി 2 ദിവസം തേക്കടിയിൽ ഈ പാവം ഡ്രൈവർ കാത്തിരിക്കേണ്ടി വന്നു, കൈ പൈസയില്ലാതെ. ഇപ്പം നമുക്കറിയാം, നമ്മൾ യാത്ര പോകുമ്പം, പലയിടത്ത് യാത്ര പോകുമ്പോൾ ടാക്സി വിളിക്കാറുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ വിട്ടു പോകുമ്പോൾ നമ്മളോടൊപ്പം നമ്മൾ ആ ഡ്രൈവറെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നത്. ആ ഡ്രൈവർക്കറിയാം നല്ല ഭക്ഷണം കിട്ടുന്ന എവിടെയാണ്. ഭക്ഷണം നമ്മൾ അവരോടൊപ്പം ഇരുന്ന് കഴിക്കും.
അതുപോലെ തന്നെ നമ്മളവർക്ക് ടിപ്പ് കൊടുക്കും. നമ്മളവരെ എപ്പോഴും സുരക്ഷിതമായി കരുതില്ല, അവർ നമ്മളെ കരുതുകയുള്ളൂ. ഇത് നമ്മൾ ഓരോ യാത്രക്കാരും മനസ്സിലാക്കണം. ഇത് ഞാൻ വലിയ മുതലാളിയാണ്, ഞാനിത് വണ്ടി പിടിച്ചിരിക്കുന്നതാണ്, ഇവൻ വെറും ഡ്രൈവറാണ് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. ഞാൻ ആൾ മരിച്ചുപോയി, അതിന് ആളെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട സംഗതി, നമ്മുടെ ജീവൻ, യാത്രക്കാരൻ്റെ ജീവൻ ഡ്രൈവറുടെ കയ്യിലാണ് ഒരു പരിധി വരെ. അത് ഓട്ടോറിക്ഷ ആയാലും ടാക്സി ആയാലും ടൂറിസ്റ്റ് ബസ്സായാലും ലൈൻ ബസ്സായാലും. അപ്പോൾ അവരെ എപ്പോഴും നമ്മൾ ടെൻഷൻ ഇല്ലാതെ അവർ നമ്മളുമായിട്ടൊരു മാനസികമായ യോജിപ്പിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഈ സംഭവം അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എത്ര കോടീശ്വരന്മാരായാലും, എത്ര വിദ്യാഭ്യാസമുള്ള ഏതൊക്കെ സർവീസിലുള്ളവരായാലും ശരി, നമ്മൾ സഞ്ചരിക്കുന്ന, നമ്മൾ ഇടപെടുന്ന ആളുകളുമായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ടായിരിക്കണം. ഒരു ഡ്രൈവർ എപ്പോഴും ഡ്രൈവർ തന്നെയാണ്. അവൻ്റെ കയ്യിലാണ് ആ വണ്ടിയിലെ യാത്രക്കാരൻ്റെ ജീവൻ. അവനെ എപ്പോഴും അവനെ പ്രീതിപ്പെടുത്തി അവന് എപ്പോഴും മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മേടിച്ച് കൊടുക്കണമെന്നല്ല പറയുന്നത്. അവൻ സന്തോഷവാനായിരിക്കണം. ആരെക്കൊണ്ട് എപ്പോഴാണ് നമുക്ക് ഉപയോഗം വരുന്നതെന്നറിയില്ല. ഈ ഡെഡ് ബോഡി കാലത്ത് അവൻ രാത്രി മുഴുവൻ അവിടെ നിന്നു. പിറ്റേ ദിവസം ഡെഡ് ബോഡി ഉച്ച കഴിഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞ് അവൻ്റെ ബന്ധുക്കൾ വന്നു. ഇതെല്ലാം വരുന്നവരെയും കാത്തിരുന്ന ആ മനുഷ്യനെ ഒന്ന് നമിക്കണ്ടേ നമ്മൾ? ഇത് എത്ര പേര് ഈ ലോകം അറിഞ്ഞു? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയനായിരുന്നു ഈ ഡ്രൈവർ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞാണ് ആ സംഭവം ഞാൻ അറിയുന്നത്. അന്ന് തന്നെ അപ്പോൾ തന്നെ അറിഞ്ഞു. ഇന്നപോലെ ബോട്ട് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ തന്നെ അറിഞ്ഞു. പക്ഷെ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കേണ്ടവരെ സഹായിക്കണം. ഔദാര്യമൊന്നുമല്ലത്. ഒരു ഡ്രൈവറെ നമ്മൾ വിലമതിക്കണം, അവരെ പിന്തുണയ്ക്കണം. നാളെ ഏതൊരു വ്യക്തി, ഡ്രൈവറെന്നല്ല, ഏതൊരു വ്യക്തിയെ കൊണ്ട് നാളെ നമുക്ക് ആവശ്യം വരും, നമ്മളെ പിന്തുണയ്ക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴും മനുഷ്യരാകുക, എല്ലാവരെയും സ്നേഹിക്കുക. ഇതുപോലെയുള്ള അനേക സംഭവങ്ങൾ വാഹന വീലിനോടുള്ള ബന്ധത്തിലും അല്ലാതെയും ഉണ്ട്. നിങ്ങളിൽ പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം. സ്വാഭാവികമായിട്ട് ഇതൊന്നും പത്രത്തിലോ മീഡിയയിലൊന്നും വന്നിരിക്കുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ലോകത്തെ അറിയിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ ഇതൊക്കറിയാവുന്ന വിവരങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മറ്റുള്ളവരെ കൂടെ അറിയിക്കാം, മറ്റുള്ളവർക്ക് ഒരു സന്ദേശമാക്കി മാറ്റാൻ കഴിയും. ഇതുപോലുള്ള വീഡിയോകൾ ഇനി ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ആരും അറിയാതെ പോകുന്ന ഇതുപോലത്തെ സത്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുകയും നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ഇതുപോലുള്ള അനേക കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇത്രയും നേരം ശ്രദ്ധിച്ചതിന് നന്ദി. എല്ലാവർക്കും ഷെയർ ചെയ്യുക.